guys. Welcome back to our channel. Crazy girl. അപ്പൊ ഇന്നിപ്പം രാത്രി സമയമാണ്, ഡിന്നറിന്റെ ടൈമാണ്. അന്നേരം ഞങ്ങൾ ഇന്ന് എന്ത് ചെയ്യാൻ പോവാ? ഫിഷ് ഗ്രില്ല് ചെയ്യാൻ പോവാ. ഞങ്ങളുടെ ലുലുവിൽ വാങ്ങിച്ച കട്ട് ചെയ്തൊക്കെ വാങ്ങിച്ചതാണ് നല്ല സൂപ്പർ ഫിഷ്. ഇവനെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. അതിന്റെ റെസിപ്പി കാണിച്ചു തരാം. കൂടെ തിന്നാൻ എന്താ പറ? എന്താന്ന് പൊറോട്ട അതോ ചപ്പാത്തി? ചപ്പാത്തി ഓർ പൊറോട്ട. ഓക്കെ, അപ്പൊ ചപ്പാത്തി ഓർ പൊറോട്ട ഗ്രില്ല് ചെയ്തതിനു ശേഷം തീരുമാനിക്കും ചപ്പാത്തിയാണോ പൊറോട്ട ആണോ. അപ്പൊ നമുക്ക് ഇതിന്റെ വീഡിയോ കണ്ടിട്ട് വരാം. ഓക്കെ, ഞാൻ എന്തൊക്കെയാ വേണ്ടത് നോക്കാം. മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, മല്ലി, കുരുമുളക്, പെപ്പർ പൗഡർ, മഞ്ഞൾപ്പൊടി, വറ്റൽമുളക്, പിന്നെ ഉലുവ, പിന്നെ കറിവേപ്പില, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം വാളംപുളി, ഒരു കുറച്ച് സാധനങ്ങൾ വറുക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാൻ എടുക്കാം. അടുപ്പത്തോടെ വെച്ച് തീ കത്തിക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് വറ്റൽമുളക്, പിന്നെ മല്ലി, കുരുമുളക്, ഉലുവ, ഇത്രയും സാധനമായിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇത് നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പം നല്ലപോലെ മൂത്ത് വരണം. തീ കുറച്ച് വെച്ച് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, ആ വാളംപുളി ഒരു കഷ്ണം എടുത്ത് വെച്ചത്, മല്ലിയില, പിന്നെ നമ്മൾ വറുത്ത് കോരി വെച്ച സാധനങ്ങൾ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇച്ചിരി ഗരം മസാലപ്പൊടി, ഉപ്പ്, ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് അതൊന്ന് പൊടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചിട്ട് നല്ല പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ട് ഒരു വാഴയില എടുത്ത് വെച്ച് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് എടുത്ത് ഇടുക. എന്നിട്ട് നമ്മുടെ മീൻ എടുത്ത് വാഴയിലേക്ക് വെക്കുക. എന്നിട്ട് ആ മസാല, നമ്മൾ ചാലിച്ച് വെച്ച മസാല നന്നായിട്ട് അതിലേക്ക് തേച്ച് പിടിപ്പിക്കുക. നമ്മൾ വരയിട്ട് കൊടുത്ത ഭാഗത്ത് നന്നായിട്ട് കൈകൊണ്ട് തേച്ച് ഇതാക്കുക. തിരിച്ചിട്ട് വെക്കുക, നന്നായിട്ട് മസാല വയ്ക്കുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തേക്കണം. അപ്പോൾ ഇതേ നമ്മൾ നന്നായിട്ടെല്ലാം തേച്ച് പിടിപ്പിച്ച് ആ വാഴയിലയിൽ പൊതിഞ്ഞ് വെക്കുക. ഒരുപാട് സമയം വെക്കണം, പക്ഷേ എനിക്കത്ര സമയമില്ല, അതുകൊണ്ട് ഞാൻ ഇച്ചിരി നേരം വെച്ചുള്ളൂ. അങ്ങനെ ദേ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് ഫ്ലെയിം കത്തിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടൊരു 3-4 നാരങ്ങ കഷ്ണങ്ങൾ അതിലേക്ക് വെച്ച് കൊടുത്തു. അതിൻ്റെ പുറത്ത് കറിവേപ്പില വെച്ചിട്ട്, ഇതൊക്കെ ഒരു ചുമ്മാ ഡെക്കറേഷൻ പരിപാടികളാണ്. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് നമ്മുടെ വറുക്കാനുള്ള മീനെടുത്ത് അതിൻ്റെ പുറത്തേക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്തേക്ക് ഇച്ചിരി വേപ്പിലയും ഒക്കെ വെച്ച് കൊടുക്കുക. മീനോടെ കിടന്ന് മുരിയിട്ട് ആ സമയത്ത് നമുക്ക് ചെറിയൊരു സാലഡ് ഉണ്ടാക്കാം. അതിനെന്തൊക്കെയാണ് വേണ്ടത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ക്യാബേജ്, 2 ക്യാരറ്റ്, ഒരു കുക്കുംബർ. അത് ക്യാബേജ് നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. അടിപൊളി മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ സാധനം. നമുക്ക് മറിച്ചിടാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ സമയം മറിച്ചിടാം. അപ്പം നമുക്ക് സാലഡിൻ്റെ പരിപാടിയിലേക്ക് പോകാം. അപ്പം ക്യാബേജും ക്യാരറ്റും എല്ലാം നന്നായിട്ട് അരിയുക. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഇടയ്ക്ക് മീനൊന്ന് മറിച്ചിട്ടായിരുന്നു. വലിയ കട്ടിയില്ലാത്ത മീനായിരുന്നു. എനിക്കിതിൻ്റെ പേരറിയത്തില്ല. ഗ്രില്ല് ചെയ്യുന്നതാണെന്നാണ് അവർ പറഞ്ഞത്. അപ്പം എന്തായാലും അത് മറിച്ചിട്ടപ്പോൾ ചെറുതായിട്ടൊന്ന് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പം ക്യാരറ്റും കുക്കുംബറും കൂടെ അരിഞ്ഞതിന് ശേഷം അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അതിലേക്കൊരു ലേശം കുരുമുളക് പൊടിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്യുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് മീനിൻ്റെ പുറത്തേക്ക് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തായിരുന്നു. അത് മറിച്ചിട്ടപ്പം ചെറിയൊരു പിടുത്തം പോലെ എനിക്ക് തോന്നിയായിരുന്നു, അതുകൊണ്ട്. അപ്പം അതിലേക്ക് പിന്നെ ഞാൻ സാലഡിന് വേണ്ടി ഇച്ചിരി നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിരുന്നു. അങ്ങനെ എന്തായാലും അതിലേക്ക് തിരിച്ചും മറിച്ച് വിട്ട് ഞാൻ ആ മീനൊന്ന് നന്നായിട്ട് മുരിച്ചെടുത്തു. എന്നിട്ടൊരു വാഴയില എടുത്ത് വെച്ചു, വേറൊരു വാഴയില എടുത്തു, അതിലേക്ക് നമ്മുടെ മീനെ എടുത്ത് പൊക്കി വെച്ചു. എന്നിട്ട് ചെറിയ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തു. അപ്പോൾ അതേ പൊറോട്ട വാങ്ങിക്കുമായിരുന്നു. ഇച്ചിരി സാലഡും എടുത്ത് മീനും വെച്ച് ആരും കാണാതെ തിന്നാൻ നോക്കിയപ്പോൾ താണ്ട വന്നു 2 എണ്ണം. പിന്നെ അവരുടെ വയലോട്ടും വെച്ച് കൊടുത്ത് സൂപ്പർ ടേസ്റ്റായിരുന്നു. ഓക്കെ, ബൈ.